السلام عليكم ورحمة الله. بسم الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരികളെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ താല്പര്യപ്പെടുകയാണ്. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമൊക്കെ അനുസരിച്ച് യഥാവിധി ജീവിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു സ്വർഗം തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വളരെ ലളിതമായതും നമുക്ക് പ്രവർത്തിക്കാവുന്ന, അനുവർത്തിക്കാവുന്ന ലളിതമായ സംഗതികളാണ് സർവശക്തനായ നാഥൻ നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ നന്മകൾ നമ്മൾ ചെയ്യുമ്പോൾ, ആ കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതം കൊണ്ടുപോകുമ്പോൾ ഭൗതിക ലോകത്തും ആളുകൾക്ക് നമ്മെ ഇഷ്ടമാണ്. പാരത്രിക ലോകത്താണെങ്കിലോ നമ്മുടെ വിജയത്തിൻ്റെ തുലാസിൽ അത് കനം തൂങ്ങുകയും ചെയ്യും. കാരണം അള്ളാഹു ഏതൊക്കെ കാര്യങ്ങൾ നമ്മോട് വിലക്കിയോ വിരോധിച്ചുവോ ആ കാര്യങ്ങൾ നമ്മൾ മാറി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അത് പ്രത്യക്ഷത്തിൽ തന്നെയും തിന്മയുടേതായ കാര്യങ്ങളാണെങ്കിൽ ആളുകൾ പോലും ആ തിന്മയെ വെറുക്കുന്നു എന്നതാണ്. മാ അഹല്ലല്ലാഹു ഫീ കിതാബി ഫഹുവ ഹലാൽ. അള്ളാഹുവിൻ്റെ കിതാബിൽ എന്തൊരു കാര്യമാണോ ഹലാലായിക്കൊണ്ട് അനുവദിക്കപ്പെട്ട രീതിയിൽ നമ്മോട് പഠിപ്പിച്ചത് എങ്കിൽ അത് നമ്മൾ ചെയ്യുക. വമാ ഹറമ ഫഹുവ ഹറാം. അള്ളാഹുവിൻ്റെ കിതാബിൽ ഏതൊരു കാര്യമാണോ നിഷിദ്ധമാണ്, ചെയ്യാവതല്ല എന്ന് പഠിപ്പിച്ചത് എങ്കിൽ അതിനെ തൊട്ട് നമ്മൾ മാറി നിൽക്കുക. വമാ സകത അൻഹു ഫഹുവ ആഫിയ. ഇനിയോ ഏതെങ്കിലും വിഷയങ്ങളിൽ അള്ളാഹു ചില കാര്യങ്ങളിൽ മൗനം അവലംബിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും അത് ആ രീതിയിൽ നമുക്കുള്ളൊരു വിട്ടുവീഴ്ചയായിക്കൊണ്ട് പരിഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. ചില കാര്യങ്ങൾ നിഷിദ്ധമാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടതില്ല. ചില കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് അതിൻ്റെതായ സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ചിലതിൻ്റെ കാര്യങ്ങളിൽ അള്ളാഹു കാർക്കശ്യം വെക്കാതെ സ്വതന്ത്രമായി കൊണ്ട് മനുഷ്യനെ തിരഞ്ഞെടുക്കാൻ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഫഖ്ബലൂ മിനല്ലാഹിൽ ആഫിയ, അള്ളാഹുവിൻ്റെ ആ വിട്ടുവീഴ്ചയെ നിങ്ങൾക്ക് സ്വീകരിക്കാം. അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്നത് നിഷിദ്ധമാണ്, ഇന്നത് അനുവദനീയമാണ്, ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് യോഗ്യതയില്ല, ചെയ്യാവതുമല്ല. മാ നഹൈതുകും അൻഹു ഫജ്തനിബൂ.
ഞാൻ നിങ്ങളോട് ഏതൊരു കാര്യമാണോ വിരോധിച്ചത്, വിലക്കിയത് എങ്കിൽ ഫജ്തനിബൂ, അതിനെ തൊട്ട് നിങ്ങൾ മാറി നിൽക്കുക. വമാ അമർത്തുക്കും ബി ഫഫ്അലു, ഏതൊരു കാര്യം നിങ്ങളോട് ചെയ്യണം, പ്രവർത്തിക്കണമെന്ന് ഞാൻ നിങ്ങളോട് നിർദ്ദേശിച്ചുവോ ഫഫ്അലു, നിങ്ങളത് പ്രവർത്തിക്കുക. എങ്ങനെ? മസ്തതഅ്തും, നിങ്ങൾക്ക് സാധിക്കണത്ര. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന വിഷയം പറയുന്നിടത്ത് പോലും നിങ്ങൾക്ക് എത്രയാണോ അള്ളാഹുവെ സൂക്ഷിക്കുവാൻ കഴിയുക, ഫത്തഖുല്ലാഹ് മസ്തതഅ്തും, നിങ്ങൾക്ക് സാധ്യമാവുന്ന അത്ര എന്നാണ് അവിടെയും പറയുന്നത്. അതല്ലാതെ നിർബന്ധമായ കാർക്കശ്യത്തോടുകൂടി ഒരു വിഷയവും നമ്മെ പഠിപ്പിക്കുന്നില്ല. എല്ലാം ലളിതമാണ്, സുന്ദരമാണ്, മനോഹരമാണ്. ആ കാര്യങ്ങൾ ചെയ്യുന്നതോടെ ജീവിതത്തിൽ വൃത്തി വരുന്നു, ശുചിത്വം വരുന്നു, സമാധാനം വരുന്നു, ശാന്തി വരുന്നു, ഐശ്വര്യം വരുന്നു, ഉത്സാഹം വരുന്നു, നന്മകളിലൂടെ മുന്നേറാനും കഴിയുന്നു. അതാണ് നമ്മോട് നിർദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ. മാത്രവുമല്ല, നമ്മുടെ ജീവിതത്തിലെ അള്ളാഹു ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നുവോ ആ കാര്യങ്ങൾക്ക് മുഴുവനും അള്ളാഹു പ്രതിഫലം നൽകുന്നുണ്ട്. ഒരു മുസ്ലിമായൊരു മനുഷ്യൻ അയാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, നന്മയിലൂടെ കടന്നു പോകുന്നു. തൻ്റെ സ്നേഹിതനെ കാണുമ്പോൾ സുസ്മേരവതനായി നല്ല ചിന്തയോടുകൂടി അയാൾ പുഞ്ചിരി തൂകുന്നുവെങ്കിൽ അതും സ്വതക്കയാ, അതും നിങ്ങൾക്ക് ദാനധർമ്മമാണ്. നിങ്ങളുടേതായ ജീവിതത്തിൽ വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നോ, വെള്ളം കുടിക്കുന്നോ, ഇനിയല്ല വസ്ത്രം ധരിക്കുന്നോ, ചെരുപ്പ് ധരിക്കുന്നോ, വലതുകാലം വെച്ച് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നോ, എല്ലാറ്റിനും പ്രതിഫലമാ. അതാണ് അള്ളാഹു നമുക്ക് നൽകിയ നന്മയുടേതായ വശങ്ങൾ. എന്നാലോ ആ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി അള്ളാഹുവിന്റെ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാലോ ചില ആളുകളുണ്ട്, അവർ അള്ളാഹുവിങ്കൽ വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ആദർശമില്ലാത്ത, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ചില ആളുകൾ, അതായത് മുസ്ലിം ആവാത്ത പല ആളുകളുമുണ്ട്. അങ്ങനെ ജീവിക്കുന്ന ചില ആളുകൾ അവർ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്നു, പുണ്യങ്ങൾ ധാരാളക്കണക്കിന് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ പരലോക വിജയത്തിൽ അതൊന്നും കാണില്ല. കാരണം അവരവിടെ നന്മയായി ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് കൊണ്ട് ചെയ്താൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. എന്താണ് ആ മാനദണ്ഡം? ആണാകട്ടെ പെണ്ണാകട്ടെ മുസ്ലിമായിക്കൊണ്ടൊരാൾ സുഹൃതം ചെയ്യുന്നുവെങ്കിൽ, സത്യവിശ്വാസിയായിക്കൊണ്ടൊരാൾ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നുവോ അവനോടൊരൊട്ടും അള്ളാഹു അനീതി കാണിക്കുകയില്ല. ഒരു കുറവ് അള്ളാഹു വരുത്തില്ല. പൂർണ്ണമായിട്ട് അവന്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്നതാണ്. അവിടെ ആകെ വെക്കുന്ന ഒരു നിബന്ധന വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയായിരിക്കണം. നമ്മുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലും അതുപോലെ ജീവിച്ച് ജനിച്ച് മരണപ്പെട്ടു പോയ എത്രയോ ആളുകളുണ്ട്. പല ആളുകൾ നമ്മൾ അറിയുന്ന ആളുകളുണ്ട്. സാമൂഹിക സേവന മേഖലകളിലും സാംസ്കാരിക മേഖലകളിലുമൊക്കെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഔന്നിത്യത്തിന്റെ ആളുകളിൽ ആയിക്കൊണ്ട് ഇന്നും നമ്മൾ ചരിത്രങ്ങൾ വായിക്കുന്ന പല ആളുകളും, അതായത് കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിച്ചവരെന്ന് അവകാശപ്പെടുന്നവര്, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കാനായി ജീവിതം ഒഴിഞ്ഞു വെച്ചവര്, അതുപോലെ കുട്ടികൾക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ചവര്, അങ്ങനെയൊക്കെ ജീവിതം മുഴുവനും നന്മ ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ അവരുടെ പ്രതിഫലാർഹമായി അവരുടെ പരലോക ജീവിതത്തിൽ അത് എത്തിപ്പെടണമെങ്കിൽ അവര് ഒരു കാര്യം ചെയ്യേണ്ടിയിരുന്നു, അവര് മുസ്ലിമായി തീരേണ്ടിയിരുന്നു എന്നതാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇബ്നു ജുദ്ആൻ കാന ഫിൽ ജാഹിലിയത്തി യസിലു റഹിം. ഇബ്നു ജുദ്ആൻ ജാഹിലിയ കാലഘട്ടത്തിൽ കുടുംബബന്ധം ചേർത്തിരുന്ന മനുഷ്യനാണ്. അതുപോലെ വയുതുഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയിരുന്ന ആളാണ്. ഫഹൽ ദാക നാഫിഅ, അയാൾക്കത് ഉപകരിക്കുമോ? കാരണം കുടുംബബന്ധമൊക്കെ നേരംഗത്തിൽ കൊണ്ടുപോയിരുന്ന, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകിയിരുന്ന ഒരു മനുഷ്യനാണ് ഇബ്നു ജുദ്ആൻ. ആ ഇബ്നു ജുദ്ആൻ അത് ഉപകാരപ്പെടുമോ? ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ലാ യൻഫഉ, അയാൾക്ക് ഒരിക്കലും അത് ഉപകാരപ്പെടില്ല. ഇന്നഹു ലം യഖുൽ യൗമൻ, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും റബ്ബി ഇഗ്ഫിർ ലീ ഖതീഅതി യൗമദ്ദീൻ, പ്രതിഫല നാളിന്റെ നാഥ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥ, എനിക്കൊന്ന് പുറത്തു തരയണമേ എന്ന് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇബ്നു ജുദ്ആൻ പറഞ്ഞിരുന്നുവെങ്കിൽ അയാൾക്കത് ഉപകരിക്കുമായിരുന്നു എന്നതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിക്കൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു കേട്ടതായിക്കൊണ്ടുള്ള ഹദീസ്, മല്ലകിയല്ലാഹു ലാ യുശ്രിക ബി ഷൈഅൻ ലം തദുർറഹു മഅ ഖതീഅ വമൻ മാത വഹുവ യുശ്രിക ബി ലം യൻഫഉ മഅ ഹസന. ആരെങ്കിലും അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ അല്ലാഹുവെ കണ്ടുമുട്ടിയാൽ
അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. എന്നാലോ അതോടൊപ്പം യാതൊരു ഉപകാരം, അതോടൊപ്പം തന്നെ അയാൾ ശിർക്ക് ചെയ്തുകൊണ്ടാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കും. മാത്രമല്ല ലം യൻഫഉഹു ഹസന, അയാളുടെ ഒരു നന്മയും ഉപകാരപ്പെടില്ല. ഒരു നന്മയും അയാൾ എന്തൊക്കെ നന്മ ജീവിതത്തിൽ ചെയ്തോ അതൊന്നും ഉപകരിക്കില്ല, എന്തുണ്ടായാൽ ശിർക്ക് അയാൾ ചെയ്തിട്ടുണ്ടോ എങ്കിൽ. അതുപോലെ തന്നെ ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ദഖല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉമ്മി മഅബദ് ഹായിതൻ, ഉമ്മു മഅബദിന്റെ തോട്ടത്തിലേക്ക് ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുകയാണ്. യാ ഉമ്മ മഅബദ് മൻ വറസ ഹാദൻ നഹൽ, അല്ലയോ ഉമ്മു മഅബദേ, ആരാണ് ഈ ഈത്തപ്പഴങ്ങൾ മുഴുവൻ നട്ടുപിടിപ്പിച്ചത്, ആരാണ്? എന്നിട്ട് റസൂൽ ചോദിക്കുകയാണ്, അത് മുസ്ലിമുൻ അം കാഫിർ, മുസ്ലിമാണോ കാഫിറാണോ? ഈ ഈത്തപ്പന മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചത് ഒരു മുസ്ലിമായ മനുഷ്യനാണോ അതല്ല ഒരു കാഫിറായ ഒരു മനുഷ്യനാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, അതെ, റസൂലുള്ളാഹിയോട് പറയാണ്, ബൽ മുസ്ലിം, അതെ നബിയെ മുസ്ലിമാണ് ഇത് നട്ടുപിടിപ്പിച്ചത് എന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഫലാ യഅരിസുൽ മുസ്ലിമു വർസൻ ഫയഅകുലു മിൻ ഇൻസാനൻ വലാ ദാബതൻ വലാ തൈർ, ഒരു മുസ്ലിമായ മനുഷ്യനാണ് അത് നട്ടുപിടിപ്പിച്ചത് എങ്കിൽ ആ മുസ്ലിമായ മനുഷ്യന് നട്ടുപിടിപ്പിച്ചതിന്റെ പരിണിത ഫലമായിക്കൊണ്ട് പക്ഷികൾ കഴിച്ചാലും ഇനി ജന്തുജീവി വർഗങ്ങൾ കഴിച്ചാലും അതുപോലെ തന്നെ വല്ല മൃഗങ്ങൾ കഴിച്ചാലും മനുഷ്യരത് ഭക്ഷിച്ചാലും മുഴുവനും അയാൾക്കതിന് പ്രതിഫലം ലഭിക്കുമെന്നതാണ്. എന്നാലോ അത് മുസ്ലിമല്ലാത്ത മനുഷ്യരാണ് നട്ടുപിടിപ്പിച്ചതെങ്കിൽ ആര് കഴിച്ചിട്ടും പ്രതിഫലം ലഭിക്കില്ല. അപ്പൊ അള്ളാഹ് വെക്കുന്ന ആകെ ഒരു നിബന്ധന എന്നത് മുസ്ലിമായിക്കൊണ്ട് നന്മകൾ ചെയ്യുക എന്നതാണ്. അപ്പൊ നമ്മൾ വിശ്വാസികളാണ്, മുസ്ലിങ്ങളാണ്, നന്മയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും നന്മയിൽ ജീവിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള നമ്മോട് ചില നിബന്ധനകൾ അള്ളാഹു വെക്കുകയാണ്. ആ നിബന്ധനകൾ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്നേഹിതന്മാരായ പല ആളുകളും നമുക്ക് അവരോട് വലിയ ഇഷ്ടമാ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര്, നമ്മുടെ കൂടെ താമസിക്കുന്നവര്, നമ്മളുമായി ബന്ധപ്പെടുന്നവര്, പക്ഷേ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആദർശം അവർക്ക് പറഞ്ഞു കൊടുക്കണം, ദഅവത്ത് നിർവഹിക്കണം, പ്രബോധനത്തിലൂടെ മാറ്റിയെടുക്കണം. നമ്മുടെ ജീവിതം കണ്ടുകൊണ്ടോ സ്വഭാവം കണ്ടുകൊണ്ടോ സംസ്കാരം കണ്ടുകൊണ്ടോ ചിലപ്പോൾ അവർക്ക് മുസ്ലിം ആകണമെന്ന ആഗ്രഹം നമ്മളായിക്കൊണ്ട് ജനിപ്പിച്ചെടുക്കണമെന്നതാണ്. അതിനാണ് സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിശദീകരിക്കുകയാണ്. അനൽ ആസ് ബിൻ വായിൽ നദറ ഫിൽ ജാഹിലിയ്യ അയൻഹറ മിഅത ബുദിന, അതായത് അംർ ബിൻ ആസ്വിൻ, അതായത് ആസ്വിൻ അൽ വായിൽ ജാഹിലിയ കാലഘട്ടത്തിൽ 100 ഒട്ടകങ്ങളെ ബലിയർക്കുവാനായിക്കൊണ്ട് നേർച്ചയാക്കി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവം, എന്നിട്ട് പിതാവ് നേർച്ചയാക്കിയതും അങ്ങനെ ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മകൻ വിശദീകരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിന്റെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാലിക ഫഖാല അമ്മാ അബൂക ഫലൗ കാന അഖറ ബിത്തൗഹീദ് ഫസുംത വതസദ്ദഖത അൻഹു നഫഉ ദാലിക, നിന്റെ പിതാവ് തൗഹീദ് സ്വീകരിക്കുകയും അതായത് മുസ്ലിം ആവുകയും നോമ്പ് നോക്കുകയും അതുപോലെ സ്വതക്ക ചെയ്തിരുന്നുവെങ്കിൽ അത് അയാൾക്ക് ഉപകാരപ്പെടുന്നു. അയാൾ മുസ്ലിമായിട്ട് തൗഹീദ് സ്വീകരിച്ചുകൊണ്ടാണ് ആ ബലിയിറക്കുന്നതും നന്മ ചെയ്തതും ഒക്കെ ചെയ്തിരുന്നത് എങ്കിൽ അയാൾക്കത് ഉപകാരപ്പെടുമായിരുന്നു എന്നതാണ്. അപ്പോ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദ എന്ന് പറഞ്ഞാൽ നമ്മൾ തൗഹീദ് സ്വീകരിച്ചു, മുസ്ലിമായി ജീവിക്കുന്നു, ഇസ്ലാമിക ആദർശങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവുണ്ട്, ഹലാലായ കാര്യങ്ങൾ ഇന്നതാണ്, അതുപോലെ തന്നെ നിഷിദ്ധമായ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ ഇന്നതാണ് എന്ന് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ടാണ് തിന്മയുമായി ബന്ധപ്പെടുമ്പോൾ അതിന് മാറി നിൽക്കാനും ആ തിന്മകളെ ശ്രദ്ധിക്കാനും നമുക്ക് സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മര്യാദകൾ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല മര്യാദകൾ. അതെങ്ങനെയൊക്കെ? ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യന് ശ്രദ്ധിക്കേണ്ട കുറേ മര്യാദകളുണ്ട്. അതുപോലെ തന്നെ ഒരു യാത്ര പുറപ്പെടുമ്പോൾ ആ യാത്രയിൽ അയാൾ ശ്രദ്ധിക്കേണ്ട കുറേ മര്യാദകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു. കാരണം നബിക്ക് ഏറ്റവും ഇഷ്ടം പ്രഭാതത്തിൽ യാത്ര ചെയ്യുന്നതായിരുന്നു. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിനങ്ങളിൽ യാത്ര ചെയ്യുന്നതായിരുന്നു അവിടുന്ന് ഇഷ്ടപ്പെട്ടിരുന്നത്. യാത്ര ചെയ്യുമ്പോൾ തന്നെയും അതിന് കൂട്ടത്തിൽ ഒരാളെ ഒരു സംഘമായി പോവുകയാണെങ്കിൽ അതിലൊരു അമീർ ഉണ്ടായിരിക്കണമെന്ന് പഠിപ്പിച്ചു. അതുപോലെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന ചൊല്ലണമെന്ന് പഠിപ്പിച്ചു. മാത്രവുമല്ല, നിങ്ങൾ കുന്നുകൾ കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയണം, ഇറക്കത്തിലേക്ക് പോകുമ്പോൾ സുബ്ഹാനല്ലാ എന്ന് പറയണം, വൈദാ നസൽന സുബ്ഹാനല്ലാ, ഇതൊക്കെ പഠിപ്പിച്ചു. എന്തിനാണ് ഇങ്ങനെ ഓരോ മര്യാദകൾ പഠിപ്പിച്ചത്? കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ
പിൻപറ്റേണ്ട, പാലിക്കേണ്ട വ്യത്യസ്തമായ രംഗങ്ങളിൽ. കാരണം യാത്രക്കാരനായ മനുഷ്യനാണെങ്കിൽ ആ യാത്രക്കാരന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. കാരണം അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയങ്ങൾ പഠിപ്പിച്ചെടുത്ത് യാത്രക്കാരനായ മനുഷ്യന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് പഠിപ്പിച്ചു. പിന്നെയോ യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അയാൾ ഒരുപാട് മര്യാദകൾ സ്വീകരിക്കണം. പെട്ടെന്നങ്ങ് വന്ന് വീട്ടിലുള്ളവരെ വിളിച്ചുണർത്തുകയില്ല. ഉമ്മയെയോ അതുപോലെ ഭാര്യയെയോ ഒന്നും പെട്ടെന്ന് വിളിച്ചുണർത്താൻ പാടില്ല. നേരത്തെ ഇന്ന ദിവസമാണ് വരുന്നത്, ഭാര്യയോട് ഇന്ന ദിവസമാണ് വരുന്നത്. അതുപോലെ രാത്രിയിൽ വന്ന് വാതിൽ മുട്ടി വിളിക്കരുത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്തിനാണ് ഈ മര്യാദകൾ നമ്മുടെ ജീവിതത്തിൽ സംസ്കാരം ഉണ്ടാക്കി തീർക്കാൻ? നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നഹാ അൻ യത്റുക റജുലു അഹ്ലഹു ലൈല, പുരുഷൻ രാത്രി വന്ന് തന്റെ കുടുംബിനെ ഒരിക്കലും മുട്ടി വിളിക്കാൻ പാടില്ല. നഹ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു എന്നതാണ്. അതുപോലെ ഇദാ അതാല അഹദുകുമുൽ ഗൈബ ഫലാ യത്റുകന്ന അഹ്ലഹു ലൈല, നിങ്ങളിൽ ഒരാളുടെ അസാന്നിധ്യം ദീർഘിച്ചു പോയാൽ, അതായത് ധാരാളമായി യാത്ര ചെയ്തുകൊണ്ട് അയാൾ തിരിച്ചെത്താൻ വൈകുകയാണ് എങ്കിൽ അയാൾ രാത്രി സമയത്ത് വന്നുകൊണ്ട് തന്റെ ഭാര്യയെ മുട്ടിവിളിക്കാൻ പാടില്ല, കുടുംബിനിയെ മുട്ടിവിളിക്കാൻ പാടില്ല. അപ്പൊ അവിടെ ഒരു മര്യാദ പഠിപ്പിക്കുകയാണ്. പിന്നെയോ യാത്ര കഴിഞ്ഞൊരു മനുഷ്യൻ മടങ്ങി വരുമ്പോ ഒരു പ്രാർത്ഥന അയാൾ പ്രത്യേകമായി കൊണ്ട് ചൊല്ലണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് അയാൾ പറയേണ്ടത്? ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിനാ ഹാമിദൂൻ. നമ്മൾ എത്രയോ യാത്ര ചെയ്യുന്നു, എത്രയോ വാഹനത്തിൽ കയറുന്നു. വാഹനത്തിൽ കയറുമ്പോൾ ഉള്ള പ്രാർത്ഥന ചൊല്ലി അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. ദീർഘദൂര യാത്രകൾ കഴിഞ്ഞുകൊണ്ട് മടങ്ങി വരുന്ന സമയങ്ങളിൽ ഈ ലളിതമായ പ്രാർത്ഥന അത് നമ്മൾ പഠിക്കണം, അത് നമ്മൾ പറയണം. ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിനാ ഹാമിദൂൻ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന പോലെയുള്ള പ്രാർത്ഥനകൾ ഇത് നമ്മൾ പഠിക്കുക. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദകൾ, അത് ഭക്ഷണം കഴിക്കുന്നിടത്താണെങ്കിൽ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല മര്യാദകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരു വിശ്വാസിയായ മനുഷ്യൻ സ്വീകരിക്കേണ്ട കുറെ നന്മകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ അരികിലിരിക്കുന്ന കുട്ടികളെ വരെ അത് പഠിപ്പിക്കുന്നുണ്ട്. അത് വലിയ ആളാവട്ടെ ചെറിയ ആളാകട്ടെ, ഒരു നന്മ പഠിപ്പിക്കുന്നിടത്ത് വളരെയധികം നല്ല രീതിയിലും ഉപദേശത്തോടു കൂടി പറഞ്ഞു കൊടുക്കും. അയാൾ തിരുത്തിയില്ല എങ്കിലോ അവിടെ ശകാരിക്കും. അതാണല്ലോ, ചെറിയ കുട്ടികളാണെങ്കിൽ ആ കുട്ടികളോട് നമസ്കാരത്തിന് വേണ്ടി ആവശ്യപ്പെടണം, നമസ്കാരം ശീലിപ്പിക്കണം, നിരന്തരമായി അവരെ പ്രേരിപ്പിക്കണം. അങ്ങനെ 7 വയസ്സായിക്കൊണ്ട് അവരോട് നമസ്കാരം പ്രേരിപ്പിച്ച് ശീലിപ്പിച്ച് കൊണ്ടുവന്ന് പിന്നെയും അവർ ചെയ്യുന്നില്ലെങ്കിൽ 10ാമത്തെ വയസ്സിൽ അവരെ ചെറുതായി ശിക്ഷിക്കണമെന്ന് പോലും ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ നന്മ അയാൾ സ്വീകരിക്കുക എന്നത് അനിവാര്യമായ നന്മയാണ് എങ്കിൽ, അതായത് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നത് അനിവാര്യമായ നന്മയാണ്, അത് ഇടത് കൈകൊണ്ടേ കഴിക്കുന്നുവെങ്കിൽ താക്കീദിന്റെ സ്വരങ്ങളിൽ പിന്നീട് പറയേണ്ട സന്ദർഭങ്ങളിൽ പറയണമെന്നതാണ്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടുന്ന് ഉമർ ബിൻ അബി സലമ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല ലീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, സമ്മില്ലാഹ്, നീ അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുക, വകുൽ ബിയമീനിക, അതുപോലെ നിന്റെ വലത് കൈ കൊണ്ട് നീ ഭക്ഷണം കഴിക്കുക, വകുൽ മിമ്മാ യലീക, അടുത്ത ഭാഗത്തു നിന്നായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അരികിലിരുന്ന് കൊണ്ട് ചെറിയ കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ ആ കുട്ടിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സ്നേഹത്തോടെയാ പറഞ്ഞു കൊടുക്കുന്നത്, മോനെ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം മോനെ, അതുപോലെ തന്നെ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കണം മോനെ, നിന്റെ അടുത്ത ഭാഗത്തു നിന്നായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. നീ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ ബിസ്മില്ലാഹി അവ്വലുഹു വാഖിറ എന്ന് അവിടുന്ന് പറയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോ ഒരു മുസ്ലിമായ മനുഷ്യൻ എന്തൊരു നന്മ ചെയ്യുന്നോ അതൊക്കെ ബിസ്മി കൊണ്ട് ആരംഭിക്കണം. കാരണം അള്ളാഹുവിന് അതാണ് ഇഷ്ടം, അള്ളാഹുവിന്റെ നാമം കൊണ്ട് നന്മകളിൽ മുന്നേറുക എന്നത്. ഇല്ലെങ്കിലോ പിശാചിന് ഇഷ്ടമാണ്, പിശാച് വളരെയധികം സന്തോഷിക്കും, പിശാചിന് ആ മനുഷ്യനിൽ വലിയ തൃപ്തി വരികയാണ്. നോക്കൂ, നിങ്ങൾ ജാബിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേൾക്കുകയുണ്ടായി, ഇദാ ദഖല അർ-റജുലു ബൈത, ഒരു മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും അതുപോലെ ഫദക്കറല്ലാഹു തആല ഇൻദ ദുഖൂലി വ ഇൻദ തുആമി ഖാല അശ്ശൈത്വാനു ലിഅസ്ഹാബിഹി, ഒരു മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും
അള്ളാഹുവിന്റെ നാമം അയാൾ ഉച്ചരിക്കണം. ഭക്ഷണം കഴിക്കുമ്പോഴും ഇനി വീട്ടിലേക്ക് കയറുകയാണെങ്കിലും അയാൾ എന്ത് പറയണം? ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ടായിരിക്കണം. ബിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി ഹറജിന വഅലാ റബ്ബിന തവക്കൽന, അത് പറയാം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് നമ്മൾ പുറത്തേക്ക് പോകുന്നു. അതുപോലെ ഏതൊരു നന്മയിലാണെങ്കിലും വലത്തേതിനും ഒക്കെ നമ്മൾ പ്രാമുഖ്യം നൽകുന്നിടത്ത് അവിടെയും ബിസ്മില്ല പറയുന്നു. നന്മകളെല്ലാം ബിസ്മിയെ പ്രത്യേകമായി മുൻഗണനയോടുകൂടി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ബിസ്മി കൊണ്ടായിരിക്കണം ആരംഭിക്കേണ്ടത്. എപ്പോഴാണെങ്കിലും ബിസ്മില്ലാഹ് എന്ന് പറയുക. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല. ഇപ്പൊ വീട്ടിലെ സഹോദരിമാര് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലോ ആ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് ഒരു പാത്രം മാറ്റി വെക്കുമ്പോഴും ഇനി അതല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കും. എന്തൊരു നന്മ ചെയ്യുന്നോ അതിൽ ബർക്കത്തുണ്ടാവണമെങ്കിൽ ബിസ്മില്ലാ 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 എന്ന് പറയുമ്പോൾ അത് അരികിലുള്ള കുട്ടിയിലും അതുപോലെ തന്നെ ആ എല്ലാ നന്മയിലും ഒക്കെ പങ്കാളിയായി തീരുകയാണ്. എന്നാലോ ഇത് പറയാതിരുന്നു കഴിഞ്ഞാൽ അശ്ശൈത്വാനു ലിഅസ്ഹാബി, ബിസ്മി പറയുന്ന മനുഷ്യനും പറയാത്ത മനുഷ്യന്റെയും ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് ഉടനെ അനുചരന്മാരോട് പറയും, ബിസ്മില്ല കൊണ്ടാണ് വീട്ടിലേക്ക് പ്രവേശിച്ചത്, ബിസ്മില്ല കൊണ്ടാണ് അയാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതും അതുപോലെ തന്നെ അയാൾ ഭക്ഷണം കഴിക്കുന്നതുമെങ്കിൽ തന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നതും അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി കൊണ്ടാണ് ഒരു മനുഷ്യൻ ആരംഭിക്കുന്നത് എങ്കിൽ ഖാല ശൈത്വാൻ പിശാച് ലിഅസ്ഹാബിഹി, ശൈത്താൻ തന്റെ അനുചരന്മാരോട് പറയും, ലാ മബീത ലക്കും വലാ ശാഹ് വൈദാ ദഖല, അതായത് ഇനി ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇവിടെ നമുക്ക് ഭക്ഷണവുമില്ല പാർപ്പിടവുമില്ല, ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് പിശാച് അനുചരന്മാരോട് പറയും. എന്നിട്ട് അവൻ ഇതൊന്നും നമിക്കാത്ത പറയാത്ത ചൊല്ലാത്ത ആളുകളുണ്ടോ അവർ അന്വേഷിച്ചുകൊണ്ട് പോകും. അങ്ങനെ ചൊല്ലാത്ത ആളുകളെ കണ്ടു കഴിഞ്ഞാലോ അവരൊന്നും ചൊല്ലുന്നില്ല, ബിസ്മിയും ചൊല്ലുന്നില്ല, ബിസ്മി കൊണ്ട് ആരംഭിക്കുന്നുമില്ല, ഒരു നന്മയും ബിസ്മിയില്ല, അവരുടേതായ ഇഷ്ടം പോലെ ജീവിക്കുന്നു. അങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ ഖാല ശൈത്വാൻ, പിശാച് പറയും, അദ്റക്തുമുൽ മബീത വഇദാ ലം യദ്കുരില്ലാഹി തആല ഇൻദ തുആമി അദ്റക്തുമുൽ മബീത വൽ അശാ, നമുക്കിന്ന് ഇവിടെ താമസിക്കാം, അതുപോലെ തന്നെ നമുക്കിവിടെയുള്ള ഭക്ഷണം റെഡിയാണ്, അതുപോലെ തന്നെ ഭക്ഷണം ചെല്ലാത്ത ഈ മനുഷ്യന്റെ അരികിൽ നമുക്കിവിടെ പാർപ്പിടവും ഭക്ഷണവും ഒക്കെ ലഭ്യമാണ്, നിങ്ങൾ എല്ലാവരും വരൂ. എങ്ങനെയുള്ള ആളാണെങ്കിൽ ബിസ്മി ചൊല്ലാത്ത, ബിസ്മി ഇഷ്ടപ്പെടാത്ത, ബിസ്മിയിൽ അലസത വരുത്തുന്ന, ബിസ്മി പറയാൻ താല്പര്യമില്ലാത്ത, അതിനൊന്നും മുൻതൂക്കം നൽകാത്ത ഒരു വീടും കുടുംബമൊക്കെ കണ്ടാൽ പിശാച് അനുചരന്മാരോട് സന്തോഷത്തോടെ പറയാ, നമുക്ക് ഇവിടെ പാർക്കാം, ഇവിടെയാണ് നമുക്കുള്ള ഭക്ഷണം, ഇതാണ് നമ്മുടെ കൂട്ടുകാര്, എത്ര നല്ല സ്നേഹിതന്മാരെന്ന് പറഞ്ഞ് അവരുടെ കൂടെയാ പിന്നീട് പിശാച് ഉണ്ടാവുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എപ്പോഴാണെങ്കിലും ബിസ്മി കൊണ്ടായിരിക്കണം ആരംഭിക്കേണ്ടത്. ഭക്ഷണത്തിൽ കൈവെക്കുമ്പോൾ പോലും സഹാബത്ത് പറയുകയാ, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് എവിടുന്ന് അവസരം ലഭിച്ചു കഴിഞ്ഞാലും ആ ഭക്ഷണത്തിലേക്ക് കൈവെക്കുമ്പോൾ ബിസ്മില്ല കൊണ്ടല്ലാതെ ഞങ്ങൾ ഒരിക്കലും ആരംഭിക്കാറുണ്ടായിരുന്നില്ല. അത്രത്തോളം ഗൗരവത്തോടായിരുന്നു അവർ കാണാറുണ്ടായിരുന്നത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്താണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു നന്മയിലും നമ്മുടെ ജീവിതത്തിൽ ബിസ്മി കൊണ്ടുവരിക, ബിസ്മിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മര്യാദകൾ. എന്താണ്? ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത, താല്പര്യമില്ലാത്ത ഭക്ഷണമായിരിക്കും. അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഭക്ഷണമാണ് നിങ്ങൾ കണ്ടത് എങ്കിലോ അവിടെ നിങ്ങൾ സ്വീകരിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, മാ ആബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുആമു ഖത്തു, റസൂലുള്ള ഒരു ഭക്ഷണത്തെയും കുറ്റം പറയില്ല. അതിൽ ഉപ്പില്ല, മുളകില്ല, എരിയില്ല, അല്ലെങ്കിൽ അതിൻ്റെതായ കുറ്റങ്ങളോ കുറവുകളോ പറഞ്ഞ് ആ ഭക്ഷണത്തെ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇകഴ്ത്താറുണ്ടായിരുന്നില്ല. ഇനി ഇഷ്തഹാഹു അക്കല, അവിടത്തേക്ക് ഇഷ്ടാണോ അക്കലഹു, അത് ഭക്ഷിക്കും. വൈൻ കരിഹു തറക, ഇനി ആ ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല, അത് അവിടത്തേക്ക് താല്പര്യമില്ല എങ്കിൽ തറക്കഹു, അത് ഉപേക്ഷ വരുത്തും. ഇഷ്ടപ്പെട്ടാലോ ആ ഭക്ഷണം കഴിക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ആ ഭക്ഷണത്തെ ഒരിക്കലും കുറ്റം പറയില്ല. അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കൂടെയുള്ള ആളുകളെ പരിഗണിക്കണം, അടുത്തുള്ള ഭാഗത്തു നിന്നായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത്. ഇതൊക്കെ ഓരോ മര്യാദകളായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദകൾ. പിന്നെയോ ഒരാൾക്ക് ഇനി ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറയുന്നില്ല, വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നു, പക്ഷേ അയാൾക്ക് വയറ് നിറയെ ചെയ്യുന്നില്ല. അങ്ങനെ പരാതിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. അതായത് വഹ്ശ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, യാ റസൂലല്ലാഹ് ഇന്നാ നഅകുലു വലാ നശ്ബഉ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്,
അതായത് ധാരാളമായിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ വയറൊന്നും നിറയുന്നില്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാം, നിങ്ങൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കാറുള്ളത്? അതായത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, ഫലഅല്ലക്കും തഫ്തരിഖൂൻ, നിങ്ങൾ വേറിട്ട് കൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണോ ഭക്ഷണം കഴിക്കല്? അതായത് ആരും കാണാതെ ഒറ്റയ്ക്ക് പോയിട്ടാണോ കഴിയുന്ന ഭക്ഷണം കഴിക്കാറ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നഅം, അതെ. നബി ഉടനെ പറയുകയാണ്, ഇജ്തമഉ അലാ തുആമിക്കും, നിങ്ങൾ കൂടിയിരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കുക. എല്ലാവരും പാടെ വിളിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കുക. അത് വയറ് നിറയെ ഭക്ഷണം കഴിക്കണമെന്നില്ല. ഒരു കുടുംബത്തിലെ ഉപ്പയും ഉമ്മയും പേരക്കുട്ടികളും എല്ലാവരും അത് വളരെ കുറച്ച് ഭക്ഷണമാണെങ്കിലും ഒരുമിച്ചിരുന്നു കൊണ്ട് സ്നേഹാദരവോടുകൂടി കഴിക്കുന്നുവെങ്കിൽ അവർക്ക് കിട്ടുന്നത് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണമാണെങ്കിൽ പോലും എന്തുണ്ടാകും? വദ്കുറു ഇസ്മല്ലാഹ്, അല്ലാഹനെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ യുബാരിക് ലക്കും ഫീഹ്, നിങ്ങൾക്കതിൽ ബർക്കത്തുണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ബർക്കത്ത് പോലും അതിലുണ്ടാവണമെങ്കിൽ അതിൽ പഠിപ്പിക്കുന്ന ഒരു മാനദണ്ഡം എന്നത്, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇജ്തമഉ അലാ തുആമിക്കും, നമ്മളൊരു സൽക്കാരത്തിന് പോകുമ്പോ, അല്ലെങ്കിൽ ഒരു ടൂർ പോകുമ്പോ, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകുമ്പോ എല്ലാവരും വിളിക്കും. അല്ലെങ്കിൽ ടെലിവിഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരാൾ കാണുമ്പോൾ എല്ലാവരും വരും എന്ന് പറഞ്ഞ് എല്ലാവരും വിളിക്കും. പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ ഒറ്റക്ക് പോയിരുന്ന് കഴിക്കുന്നു. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ അവിടെ ബർക്കത്തുണ്ടാവില്ല. ബർക്കത്തുണ്ടാവണമെങ്കിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ഐക്യത്തോടെ സ്നേഹത്തോടെ അവിടെ കഴിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ബർക്കത്ത് ലഭ്യമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നെയോ ഭക്ഷണം കഴിക്കുമ്പോൾ അത് വൃത്തിയോടും വെടിപ്പോടും കൂടിയിട്ടാണ് കഴിക്കാൻ വേണ്ടി നമ്മോട് പ്രത്യേകമായി നിർദ്ദേശിച്ചുള്ളത്. പിന്നെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു മര്യാദ എന്നത് വളരെയധികം ചാരിയിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെ പോലും അവിടുന്ന് വിലക്കുകയാണ്. ലാ ആഖുലു മുത്തഖിയൻ, ഞാൻ ഒരിക്കലും ചാരിയിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണ മര്യാദയുമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. പിന്നെയോ ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ അല്പം അങ്ങ് തെറിച്ചുപോയി, എന്നാൽ അത് നിലത്ത് കാലുകൊണ്ട് ചവിട്ടി അവിടെ അങ്ങ് സമമാക്കുകയല്ല, മറിച്ച് ആ നിലത്തേക്ക് വീണ ഭക്ഷണം അതെടുത്തുകൊണ്ട് ഭക്ഷിക്കുക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അമറ ബിൽഅഖിൽ അസ്സാബി വസ്സഹ്ഫ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ പാത്രം നന്നായി തുടച്ച് വൃത്തിയാക്കി വടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക. കാരണം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇന്നക്കും ലാ തദറൂന ഫീ അയ്യി തുആമികുൽ ബറക, ഏത് ഭക്ഷണത്തിലാണ് ബർക്കത്തുള്ളത് എന്നറിയില്ല. ആ നിലത്തേക്ക് വീണ ഭക്ഷണമായിരിക്കും, പിശാചി തട്ടിത്തെറിപ്പിച്ച ആ ഭക്ഷണത്തിലായിരിക്കും എന്തുള്ളത്? ബർക്കത്ത്. പിശാചാര അവൻ തന്നെ, അവന് ഇഷ്ടമില്ല, അവൻ മാറ്റിവെക്കുന്നു എല്ലാ ഭക്ഷണവും, അതായത് താല്പര്യമില്ലാതെ അവനിങ്ങനെ മാറ്റിവെക്കുന്ന ഭക്ഷണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വൃത്തിയോടും വെടിപ്പോടും കൂടി കഴിക്കാതെ തന്റെ കയ്യിലും അതുപോലെ തന്നെ ഭാഗങ്ങളിലൊക്കെ എല്ലാ രീതിയിലും മനസ്സമായി കഴിക്കുന്ന ആ രീതിയിലാവാൻ പാടില്ല എന്നതാണ്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇദാ വഖഅത ലുഖമതു അഹദികും, ഇദാ വഖഅത ലുഖമതു അഹദികും, നിങ്ങളിൽ ഒരാളുടെ ഭക്ഷണത്തിൽ നിന്ന് ഒരു പിടി നിലത്തേക്ക് വീണുപോയാൽ ഫല്യഖുദ്ഹാ ഫല്യുമിത് മാ കാന ബിഹാ മിൻ അദാ വയഅകുലഹാ, അത് നിലത്തുനിന്ന് എടുക്കുക, എന്നിട്ട് അതിൽ അഴുക്കുകൾ നിങ്ങൾ മാറ്റുക. ആ ഭക്ഷണത്തിൽ വന്ന അഴുക്കുകൾ മാറ്റിയിട്ടായിരിക്കണം നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ അതെടുത്ത് കഴിയുക. വലാ യദഅ ലിശ്ശൈത്വാൻ, പിശാചിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കരുത്. എന്ത്? അത് വേണ്ട, അത് അഴുക്കായില്ലേ എന്ന രീതിയിലാവാൻ പാടില്ല. അഴുക്ക് കളഞ്ഞുകൊണ്ട് കഴിക്കാൻ പറ്റാവുന്ന ഭക്ഷണങ്ങൾ അഴുക്ക് കളഞ്ഞുകൊണ്ട് അതെടുത്തുകൊണ്ട് ഭക്ഷിക്കുക. അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു ശീലം കൂടിയാണ്. അതല്ലെങ്കിലോ ഭക്ഷണം വെറുതെ നഷ്ടം വരുത്തുമെന്നതാണ്. മാത്രവുമല്ല, വലാ യംസഹി യദഹു ബിൽ മിൻദീലി ഹത്താ യൽഅക അസാബിഹ ഫഇന്നഹു ലാ യദ്രി ഫി അയ്യി തുആമിഹിൽ ബറക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തന്റെ വിരൽ കൊണ്ടോ അതുപോലെ തന്നെ തന്റെ തുവാല കൊണ്ടോ നേരെ വടിച്ച് ഭക്ഷണം കഴിക്കാതെ ആ ഭക്ഷണം ഒരിക്കലും നിങ്ങൾ കളയാൻ പാടില്ല. മാത്രമല്ല, ഫഇന്നഹു ലാ യദ്രി ഫി അയ്യി തുആമിഹിൽ ബറക, ഏത് ഭക്ഷണത്തിലാണ് ബർക്കത്തുള്ളത് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ നിലത്തേക്ക് വീണതിലാണോ, നിങ്ങൾ ഉപേക്ഷ വരുത്തിയതിലാണോ, നിങ്ങൾ മാറ്റിവെച്ചതിലാണോ, നിങ്ങൾ കളഞ്ഞതിലാണോ, ഏതിലാണ് ബർക്കത്തുള്ളത് എന്ന് പറയാൻ കഴിയില്ല എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പിന്നെയോ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കിടെ ഉള്ളത് മാത്രമായിട്ട് നമ്മൾ കഴിച്ചു പോകുന്നു, എന്നാലോ ശേഷം വരാനിരിക്കുന്ന അല്ലെങ്കിൽ ശേഷം കഴിക്കാനിരിക്കുന്ന ആളുകളെ പരിഗണിക്കാത്ത അവസ്ഥയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, എന്ത്? തുആമുൽ ഇസ്നൈനി കാഫി സലാസ വ തുആമു സലാസതി കാഫിൽ അർബ, അതായത്
രണ്ടുപേരുടെ ഭക്ഷണം 3 പേർക്കും 3 പേരുടെ ഭക്ഷണം 4 പേർക്കും തികയുമെന്നതാണ്. നമുക്ക് തോന്നുകയാണ് 4 പേരുടെ ഭക്ഷണവും എനിക്ക് തന്നെയാണ് യോജിക്കുക എന്നൊരിക്കലും നമുക്ക് തോന്നാൻ പാടില്ല. മറിച്ച് 2 പേരുടെ ഭക്ഷണം അത് 3 പേർക്ക് തികയും, 3 പേരുടേത് 4 പേർക്കും തികയുമെന്നാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വീണ്ടും അവിടുന്ന് പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് 4 പേരുടെ ഭക്ഷണം 8 പേർക്കും തികയാം. അതായത് ഒരു കുടുംബത്തിന്റെയൊക്കെ വീട്ടിലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പലതരത്തിലുള്ള കൂട്ടാനുകൾ അതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് സ്നേഹാദരവോടുകൂടി കഴിക്കണമെന്നൊക്കെയാണ് അവിടുന്ന് ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുന്ന മര്യാദ. പിന്നെയോ നമ്മൾ ശീലിക്കേണ്ട മറ്റൊരു മര്യാദ, അപ്പൊ നമ്മൾ ചായ കുടിക്കുന്നു അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കുന്നു, ഒരു ചുടുവെള്ളം കുടിക്കുമ്പോൾ അതില് അല്പം ചൂടധികമാണെങ്കിൽ അതിലേക്ക് ഇങ്ങനെ ഊതി 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 ശ്വാസം വിട്ടുകൊണ്ട് ഒരിക്കലും കുടിക്കാവതല്ല. അത് നമ്മുടെ മക്കൾ ചെയ്യുന്നുവെങ്കിലോ സ്നേഹത്തോടെ പഠിപ്പിക്കുക, അത് നല്ലതല്ല, അത് ചെയ്യണ്ട, അങ്ങനെ പാടില്ല, അത് ചൂടാറിയിട്ട് കുടിക്കാം എന്ന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാം. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, കാനയതനഫസു ഫിശ്ശറാബി സലാസ. നിങ്ങൾ വല്ല വെള്ളം കുടിക്കുകയാണെങ്കിൽ, പാനം ചെയ്യുകയാണെങ്കിൽ 3 പ്രാവശ്യം ശ്വാസം ഇങ്ങനെ പുറത്തേക്ക് വിടുക. ഒറ്റ അടിക്കങ്ങ് കുടിക്കാൻ പാടില്ല, അത് എന്ത് കുടിക്കുകയാണെങ്കിലും. മാത്രമല്ല, ലാ തശ്റബൂ വാഹിദൻ കസുർബൽ ബഈർ വലാകിൻ മസനാ വസുലാസ് വസമ്മൂ ഇദാ അൻതും ശരിബതും വഹ്മദൂ ഇദാ അൻതും റഫഅതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒട്ടകം പാനം ചെയ്യുന്നത് പോലെ, ഒട്ടകം വെള്ളം കുടിക്കുന്നത് പോലെ നിങ്ങൾ ഒറ്റ പ്രാവശ്യമായിക്കൊണ്ട് ഒരൊറ്റ വലിക്കങ്ങ് കുടിക്കാൻ ഒരിക്കലും പാടില്ല. പിന്നെയോ 2ഓ 3ഓ പ്രാവശ്യം പുറത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ടായിരിക്കണം വെള്ളം കുടിക്കേണ്ടത്. പിന്നെയോ ബിസ്മി ചൊല്ലുക. അതുപോലെ തന്നെ പാനം ചെയ്തു കഴിഞ്ഞാൽ വഹ്മദൂ ഇദാ അൻതും റഫഅതും, അൽഹംദുലില്ലാഹ് എന്ന് പറയാം. തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറയുക. മാത്രമല്ല, ആ വെള്ളത്തിലേക്ക് ശ്വാസം വിടുന്നതുമായി ബന്ധപ്പെട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസ്, നഹാ യതനഫ്ഫസ ഫിൽ ഇനാഹ്, അതിലേക്ക് ശ്വാസം വിടുക എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു, വിലക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. വെള്ളം കുടിക്കുമ്പോഴാകട്ടെ, അതുപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള പാനീയം കുടിക്കുമ്പോഴൊക്കെ ഒറ്റ വരിക്കത് കുടിച്ചു തീർക്കാൻ ഒരിക്കലും പാടില്ല എന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ചില മര്യാദകൾ, ഇരിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക. ഇനി ഇരിക്കാനും സൗകര്യമില്ല എങ്കിൽ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായ സാഹചര്യങ്ങളിൽ നിന്ന് കുടിച്ചിട്ടുണ്ട്. സംസം വെള്ളം കുടിച്ച സാഹചര്യങ്ങൾ അവിടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും ഇരുന്നും ഒക്കെ ഞാൻ കുടിക്കുന്നതായി കണ്ടു എന്ന് മഹാനായ അംർ ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യശ്റബു ഖായിമൻ വഖാഇദൻ. റസൂൽ നിന്നും ഇരുന്നൊക്കെ കുടിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ അതിന് ഓരോ സാഹചര്യങ്ങളും സന്ദർഭമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇരിക്കാൻ ചിലപ്പോൾ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ അധികവും അതിന്റെ മര്യാദ എന്നത് ഇരുന്ന് തന്നെ വെള്ളം കുടിക്കുക, ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുക എന്നതാണ്. അപ്പോ ഒരാൾ ചോദിക്കുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കുടിക്കുന്നത് വിലക്കിയിട്ടുണ്ടല്ലോ, അത് അനസിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഭക്ഷിക്കുന്നതിനെ കുറിച്ച് എന്താണ് എന്നത്, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ്. അപ്പൊ പറഞ്ഞത് അതാണ് കൂടുതൽ മോശം. നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നതിനേക്കാൾ മോശമാണെന്ത്, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക. നിന്നുകൊണ്ട് അതുപോലെ തന്നെ അങ്ങനെ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതാണ് കൂടുതൽ വെറുക്കപ്പെട്ടത് എന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദ എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. എന്ത്? ഭക്ഷണ മര്യാദ എന്നത്. അത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ശീലിപ്പിക്കുക, പഠിപ്പിക്കുക എന്നത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലിരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്നേഹത്തോടെ അയാളോട് പറഞ്ഞു, അല്ലയോ സഹോദര, വലത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കത് പറ്റൂല. ഉടൻ റസൂൽ പറഞ്ഞു, നിനക്കതിന് സാധിക്കാതിരിക്കട്ടെ. പിന്നെ ആ മനുഷ്യന്റെ കൈ പോലും തളർന്നു പോയി എന്ന് പോലും ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. എന്താണ്? കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം വളരെ കൃത്യമായി കൊണ്ട് അദ്ദേഹത്തോട് പഠിപ്പിച്ചു. ആ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട സംഗതിയെ അദ്ദേഹത്തിന് താല്പര്യമില്ല, അതായത് അതിന് പറ്റുകയില്ല എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റജുലൻ അഖല ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശിമാലിഹി, റസൂലുള്ളാഹിയുടെ സവിധത്തിൽ വെച്ചുകൊണ്ട് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന സഹോദരനോട്, കുൽ ബിയമീനിക, നിന്റെ വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് പഠിപ്പിച്ചു. അയാൾ പറയാ, ലാ അസ്തതീഉ, ഇക്ക് പറ്റൂല. അതിന് ഒരു എതിരായിക്കൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ധിക്കാരപരമായിക്കൊണ്ട് പറയുന്ന സന്ദർഭത്തിൽ റസൂൽ ഉടനെ പറഞ്ഞു, ലാ അസ്തഅത, സാധിക്കാതിരിക്കട്ടെ. മാത്രമല്ല, മാ മനഹുൽ കിബർ ഫമാ റഫഅഹ ഇലാ ഫീ, അദ്ദേഹത്തെ അഹങ്കാരമാണ് തടഞ്ഞത്. അത് എനിക്കതിന് പറ്റൂല എന്ന് പറയുന്നത് അഹങ്കാരമാണ്. ആ അഹങ്കാരം ആരോടാണ്? അള്ളാഹുവോടാണ്, റസൂലിനോടാണ്.
ഇസ്ലാമിലെ ഒരു കാര്യം നന്മയാണ് എന്ന് മനസ്സിലായിട്ട് എനിക്കത് പറ്റില്ല എന്ന് പറയുന്നത് ധിക്കാരമാണ്, അഹങ്കാരമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കൈ പോലും ഫമാ റഫഅ ഇലാ ഫീ, പിന്നീട് ഒരിക്കലും അയാളുടെ കൈ വായിലേക്ക് പൊങ്ങിയിട്ടില്ല. എന്തേ? തളർന്നു പോയി എന്നതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതിയാണ്. മാത്രമല്ല, നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. എത്രയോ പ്രാർത്ഥനകൾ നടത്തുന്ന ആളുകളാണ് നമ്മൾ. എന്നാലോ ചില ആളുകൾ എപ്പോഴും പറയും, എത്ര കാര്യങ്ങൾ ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, എന്റെ എത്രയെത്ര വിഷമങ്ങൾ ഞാൻ അള്ളാഹുവോട് പറഞ്ഞു, എന്താ അള്ളാഹുവിന്റെ പ്രാർത്ഥന സ്വീകരിക്കാത്തത്, എനിക്ക് മാത്രം അള്ളാഹു ഉത്തരം നൽകാത്തത് എന്താ, എന്റെ വിഷമം മാത്രം എന്താ അള്ളാഹു അറിയാത്തത് എന്ന് വിലപിക്കുന്ന വേദനിക്കുന്ന എത്രയോ മനസ്സുകളുണ്ട്, ശരീരങ്ങളുണ്ട്. അതിനെന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദകൾ, ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ അനുവർത്തിക്കേണ്ട ചില ശീലങ്ങളുണ്ട്. അതിനനുസരിച്ചുകൊണ്ട് അയാൾ പ്രാർത്ഥിക്കുന്നുവെങ്കിലോ അയാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. കാരണം പ്രാർത്ഥന എന്നത് അദ്ദുആഉൽ ഇബാദ, പ്രാർത്ഥന എന്നത് ആരാധനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അതായത് വിശുദ്ധ ഖുർആന്റെ ആയത്തിൽ തന്നെ കാണാം, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഹിരീൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അല്ലാഹ് പറയാ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നാലോ എന്നോട് പ്രാർത്ഥിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുമെന്നതാണ്. ആ മനുഷ്യരെ കുറിച്ചാണ്. എന്നാൽ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഇമാം തിർമിദിയുടെ ഹദീസിൽ കാണാം, അദ്ദുആഉൽ ഇബാദ, പ്രാർത്ഥന എന്നത് ആരാധനയാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം നിർവഹിക്കണം. അതല്ലാതെ അള്ളാഹുവിന്റെ ഏതെങ്കിലും പടപ്പുകളുടെ മുമ്പിൽ പോയി നിർവഹിക്കുന്ന നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോ നമ്മളുമായി ബന്ധപ്പെട്ടവരോ ഉണ്ടെങ്കിൽ അവർ തിരുത്തി കൊടുക്കണം. കാരണം ശിർക്ക് വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഒരിക്കലും അത് ഇഷ്ടപ്പെടില്ല. കാരണം ഏതൊരു പാപം അള്ളാഹ് പൊറുത്താലും ശിർക്കുള്ള ഒരു മനസ്സുമായി കൊണ്ട് അത് അള്ളാഹുവിന് കൊടുക്കേണ്ട പ്രാർത്ഥനയാകട്ടെ, ആരാധനാകർമ്മങ്ങളാകട്ടെ, അത് മറ്റുള്ള ആളുകൾക്ക് വകവെച്ചു കൊടുക്കുന്നത് അതൊരിക്കലും അള്ളാഹു സഹിക്കില്ല. അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ദിനേന എന്നോണം പ്രതിജ്ഞ എടുക്കുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു. ആ പ്രതിജ്ഞ പാലിക്കുന്ന ഒരു മുസ്ലിം ഒരിക്കലും അല്ലാഹുവല്ലാത്ത സൃഷ്ടികളോട് പ്രാർത്ഥിക്കയില്ല. കാരണം ചില ആളുകൾ പ്രാർത്ഥിക്കുന്നേയില്ല. ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവല്ലാത്ത സൃഷ്ടികളോട്, വ്യക്തികളോട്, അതുപോലെ കല്ലുകളോട്, പ്രതിമകളോട്, അതുപോലെ തന്നെ ചില ബീവിമാരോട്, അതുപോലെ തങ്ങന്മാരോട്, ഔലിയാക്കളോട്, പ്രവാചകന്മാരോട്, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ചില മനുഷ്യന്മാര്. എന്നാൽ ചില ആളുകളോ അവരാരോടും പ്രാർത്ഥിക്കുന്നില്ല. കാരണം അവർക്ക് അതിനൊന്നും സമയമേ ഇല്ല. പ്രാർത്ഥിക്കാനൊക്കെ എവിടെ സമയം? നമസ്കരിക്കാൻ തന്നെ സമയമില്ല, പിന്നെ പ്രാർത്ഥിക്കാൻ എങ്ങനെ സമയം? അങ്ങനെ വിചാരിക്കുന്ന മനുഷ്യന്മാര്. അതുകൊണ്ടാണ് നബി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഖുൽ മാ യഅബൂ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളുടെ നാഥൻ നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാ? നിങ്ങളുടെ പ്രാർത്ഥനയില്ലേ പിന്നെ എന്ത് പരിഗണന അള്ളാഹുവിന്റെ അരികിൽ നിങ്ങൾക്ക്? നിങ്ങൾ അള്ളാഹു പരിഗണിക്കണമെങ്കിൽ പോലും അതിനുള്ള നിബന്ധന എന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം, അള്ളാഹുവോട് ചോദിക്കണം. അത് മാത്രമല്ല, ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് മാത്രമായിരിക്കണം ചോദിക്കേണ്ടത്. അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ഒരിക്കലും തന്നെ നിങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജീവിച്ചിരുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്നേഹിതനും കുട്ടിയുമൊക്കെയായ ഇബ്നു അബ്ബാസിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് മാത്രം ചോദിക്കുക. നീ തേടുകയാണോ, സഹായം തേടുകയാണോ, എന്നാൽ അള്ളാഹുവോട് മാത്രമായിരിക്കണം സഹായം തേടേണ്ടത്. അതല്ലാതെ മറ്റുള്ള വ്യക്തികളോട് ഒരിക്കലും നീ സഹായം തേടാൻ പാടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പലപ്പോഴും പരാതികൾ പറയുന്നു. എന്ത്? നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചില്ല എന്നത്. എന്നാൽ ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുവെങ്കിലോ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. നോക്കൂ നിങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു ആവശ്യത്തിന് അള്ളാഹുവോട് ചോദിച്ചു, പിന്നെ ചോദിക്കാത്തൊരവസ്ഥ ഒരിക്കലാവാൻ പാടില്ല. അതുപോലെ തന്നെ എന്തൊരു പരീക്ഷണം വന്നാലും, അതുപോലെ എന്തൊരു സന്തോഷങ്ങൾ വരുന്നോ അപ്പോഴൊക്കെ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. പിന്നെയോ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ നിഷിദ്ധമായ ഭക്ഷണമോ വസ്ത്രമോ പാർപ്പിടമോ അതോ ഒന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാവതല്ല. അതിനെല്ലാം മുക്തമായ ശരീരവും മനസ്സും പാർപ്പിടവുമാണെങ്കിലേ അയാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുള്ളൂ എന്നതാണ്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചോദിക്കുമ്പോൾ ചിലർ വലിയ കാര്യങ്ങൾ മാത്രമേ ചോദിക്കുക,
ചിലരോ പറ്റ ചെറിയ കാര്യങ്ങളെ ചോദിക്കുക. അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും ചോദിക്കുക. എന്ത് ചോദിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് അള്ളാഹുവാണ്. അള്ളാഹുവോട് വലുതും പറയാം, ചെറുതും പറയാം, എല്ലാതും പറയാം. പക്ഷെ പറയുമ്പോൾ ഭക്തിയോടെയും വിനയത്തോടെയും വളരെയധികം സൗണ്ട് കുറച്ചുകൊണ്ട് ലാളിത്യത്തോടു കൂടിയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അതല്ലാതെ സൗണ്ട് കൂട്ടിയിട്ട് വലിയ ശബ്ദത്തോടു കൂടി ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. അത് അപമര്യാദയായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിരന്തരമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരിക്കലും ധൃതി കാണിക്കാൻ പാടില്ല. ഇദാ സഅല അഹദുക്കും ഫൽയക്സുർ ഫഇന്നമാ യസ്അലു റബ്ബി. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിരന്തരമായി കൊണ്ട് അള്ളാഹുവോട് ചോദിക്കുക, ധാരാളമായി കൊണ്ട് ചോദിക്കുക. യുസ്തജാബു ലഹദിക്കും മാ ലം യഅജൽ. ഒരിക്കലും തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ധൃതി കാണിക്കാൻ പാടില്ല. നമ്മുടേതായ കുടുംബത്തിന്റെ പ്രയാസങ്ങളാവട്ടെ, അതുപോലെ മനസ്സമാധാനം നഷ്ടപ്പെട്ട മനസ്സുകളാവട്ടെ, രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ശരീരങ്ങൾക്ക് വേണ്ടിയാകട്ടെ, ഇനി അതല്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ പ്രാരാബ്ധങ്ങൾ വന്നു ഭവിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള പേടികളും വന്ന് ഭവിച്ചതിനെ തൊട്ട് മുക്തിയാകാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള പ്രാർത്ഥനകളാകട്ടെ, അതുപോലെ തന്നെ മക്കളെ തൊട്ടുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാകട്ടെ, അതുപോലെ ഏതൊരവസ്ഥയാണോ അതിൽ നമുക്ക് കയറണമോ അതിനെന്ത് വേണം? നിങ്ങൾ നിരന്തരമായി അള്ളാഹുവോട് ചോദിക്കുക. മാലം യഅജൽ, ഒരിക്കലും ധൃതി കാണിക്കാൻ പാടില്ല. യഖൂലു ദഅവ്തു ഫലം യുസ്തജബ് ലി, ഇങ്ങനെ പറയാനും പാടില്ല. എന്ത്? ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഉത്തരം കിട്ടിയില്ല. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഞാൻ അള്ളാഹുടെ എത്രയോ തേടി, എനിക്കെന്താ ഉത്തരം കിട്ടിയില്ല. അങ്ങനെ പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. പിന്നെയോ, പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ മൻ സറഹു യസ്തജീബ് അല്ലാഹു ലഹു ഇൻദ ശദാഇദ് വൽ കർബി ഫൽയുക്സിർ ദുആ ഫിർ റഹാ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോഴും അതുപോലെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും നിങ്ങൾ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ ഐശ്വര്യമുള്ളപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുക. ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രം അല്ലാഹുവിനെ ഓർക്കുക. അങ്ങനെ ആവാൻ പാടില്ല. നിങ്ങൾ ഐശ്വര്യവേളകളിൽ എന്തൊരു ബർക്കത്ത് നമുക്ക് വന്നോ, ഒരു സന്തോഷമായ വാർത്ത കേട്ടാൽ അൽഹംദുലില്ലാഹി അല്ലദീ തതിമ്മുസ് സ്വാലിഹാത്ത്. അതുപോലെ തന്നെ എന്തൊരു നന്മ ചെയ്തു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഒരാൾക്ക് ഒരു നന്മ ചെയ്താൽ അവിടെ ജസാക്കല്ലാഹു ഖൈർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്ത് അല്ലെങ്കിൽ അവിടുന്ന് പോരുമ്പോഴൊക്കെ ഭക്ഷണം കഴിച്ചാലോ, ഇനി എന്ത് കാര്യമാണെങ്കിലും അവിടെ അൽഹംദുലില്ലാഹ് ഒക്കെ കേൾക്കുമ്പോൾ അൽഹംദുലില്ലാഹ് പറയുന്നു. എന്ന് ഇതൊന്നും പറയാതെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ മാത്രം അള്ളാഹുവെ ഓർക്കുന്ന ഒരവസ്ഥ അത് മനുഷ്യർക്ക് ഉണ്ടാവാൻ പാടില്ല. അതാണ് പഠിപ്പിച്ചത്. ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൽത ഫസ്തഇൻ ബില്ലാ. നിങ്ങൾ ചോദിക്കുകയാണോ എങ്കിൽ അള്ളാഹുവോട് മാത്രം ചോദിക്കുക. സഹായം തേടുകയാണോ അള്ളാഹുവോട് മാത്രം സഹായം തേടുക. എന്നാൽ നമുക്കത് ലഭ്യമാകും, അത് നമുക്ക് ലഭ്യമാകും. അതുപോലെ തന്നെ നമുക്ക് അതിലൂടെ നന്മകള് കൊണ്ടുവരാൻ കഴിയുമെന്നതാണ്. പിന്നെയോ, പ്രാർത്ഥിക്കുന്ന മനുഷ്യന് അയാൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് പ്രാർത്ഥനാ മര്യാദകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാം, ഖറജ ഇലൽ മുസല്ലാ ഫസ്തസ്ഖാ ഫസ്തഖ്ബിൽ ഖിബ്ലത വഖലബ റിദാഅ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മുസല്ലയിൽ നിന്ന് ഖിബിലയിലേക്ക് മുന്നിടുകയും അങ്ങനെ തന്നെ ആ രീതിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു എന്നതാണ്. പിന്നെയോ, പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും തന്നെ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പഠിപ്പിക്കുകയാണ്. ഒരാൾ ദീർഘദൂര യാത്ര ചെയ്തു, ഒരുപാട് ദൂരം യാത്ര ചെയ്തു. എന്നിട്ട് അയാൾ ഇങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് അയാൾ പറയാണ് യാ റബ്ബ്, യാ റബ്ബ് എന്ന് അയാൾ ഇങ്ങനെ പറയുന്നു. എന്റെ റബ്ബേ റബ്ബേ. അയാളുടെ വസ്ത്രമൊക്കെ ആകെ കീറിപ്പറിഞ്ഞ് അല്ലെങ്കിൽ മുടിയൊക്കെ ആകെ ജട പിടിച്ച് അങ്ങനെ അയാൾ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയാൾക്ക് എവിടുന്ന് ഉത്തരം ലഭിക്കാനാണ്? യാ റബ്ബ് യാ റബ്ബ് എന്ന് അയാൾ പറയുന്നു. വ മത്അമുഹു ഹറാം, അയാൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ നിഷിദ്ധമായ ഭക്ഷണമാണ്. വ മശ്റബു ഹറാം, അയാൾ കുടിക്കുന്ന പാനീയം നിഷിദ്ധമാണ്. വ മൽബസു ഹറാം, അയാൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം നിഷിദ്ധമായ വസ്ത്രമാണ്. വ ഊദിയ ബിൽ ഹറാം, ഹറാമാൽ ഊട്ടപ്പെട്ട നിഷിദ്ധമായ വസ്ത്രവും പാർപ്പിടവും പാനീയവും ഒക്കെ കുടിച്ച് അതുപോലെ അതിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അയാൾ യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ എവിടുന്ന് ഉത്തരം ലഭിക്കാൻ? ഫന്നാ യുസ്തജാബു ലിദാലിക്, എവിടുന്ന് അയാൾക്ക് ഉത്തരം ലഭിക്കുക? പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ ഭക്ഷണം അനുവദനീയമായ ഹലാലായ ഭക്ഷണം, വളരെ ലോലമായ ഏതെങ്കിലും ചെറിയ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിലും ആ കഴിക്കുന്ന മനസ്സുകൾക്ക് ചിലപ്പോൾ സമാധാനം ഉണ്ടാവും. കാരണം അതിൽ അല്ലാഹു ബർക്കത്തുണ്ടെങ്കിൽ. അതുപോലെ കീറിപ്പറിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, അതുപോലെ അങ്ങനെയുള്ള വീട്ടിലാണ് ജീവിക്കുന്നത്, എന്നാലോ അയാൾ ഹലാലായ മാർഗത്തിലൂടെയാണ് അത് സമ്പാദിച്ചതെങ്കിൽ ബർക്കത്തുണ്ടാവും. ഇനിയോ
ഏത് രീതിയിലും എവിടെ എങ്ങനെ സമ്പാദിച്ച് എങ്ങനെ ജീവിക്കണമെങ്കിലും എവിടെയാണെങ്കിലും ഹലാലായ മാർഗമുണ്ടോ എന്ന് നമ്മൾ പുനഃപരിശോധിച്ച് അതാണെങ്കിൽ അത് തീർച്ചയായും വീണ്ടും വീണ്ടും റിസ്ക് അള്ളാഹു അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അയാൾക്ക് ഇങ്ങനെ കയറ്റം ഒരുപാടുണ്ടായിരിക്കും. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് സഹാബിവര്യന്മാരെയും അവരുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉടനെ പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കും. സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാര് അയാൾ പ്രാർത്ഥിച്ചാൽ ഉടനെ ഉത്തരം ലഭിക്കുമായിരുന്നു. എന്താണ്? ഭക്ഷണവും അതുപോലെയുള്ള കാര്യങ്ങളും വളരെ കൃത്യമായതുകൊണ്ട്. അതുപോലെ തന്നെ സഹാബിവര്യന്മാരിൽപ്പെട്ട വലിയ സമ്പന്നന്മാരായ സഹാബിവര്യന്മാരായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ. അവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ അവരെല്ലാം അവരുടേതായ ജീവിതത്തിൽ വലിയ സമ്പത്തിന്റെ മടിത്തട്ടിൽ ജീവിക്കുമ്പോഴും അവരതെല്ലാം കൃത്യമായി കൊണ്ടുപോയിരുന്നു. ഇനിയോ വളരെ ലോലമായ രീതിയിൽ ജീവിച്ചിരുന്ന പാവപ്പെട്ടവരായ സഹാബിമാരുണ്ട്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അങ്ങനെയുള്ള ആളുകളും. എങ്കിലും ആ സഹാബിവര്യന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ മര്യാദകൾ സ്വീകരിച്ചുകൊണ്ട് അവർ ജീവിക്കുകയും അനുവർത്തിക്കുകയും അങ്ങനെ കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ അവർക്ക് ജീവിതത്തിൽ ബർക്കത്ത് വന്നു, ഐശ്വര്യം വന്നു. പ്രാർത്ഥിച്ചാൽ ഉടനെ അള്ളാഹു ഉത്തരം നൽകിയിരുന്നു എന്നതാണ്. അതായിരുന്നു അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. നമുക്കും ആ വിജയം നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്തേ? നമ്മൾ ആ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം. ചില ചെറിയ പ്രാർത്ഥനാ പുസ്തകങ്ങൾ വാങ്ങിയിട്ട് അതിന് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയ പ്രാർത്ഥനകൾ. എന്താണ്? വസ്ത്രം ധരിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന, അത് നമ്മൾ പഠിക്കുക, എന്നിട്ട് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക. ഇനി പള്ളിയിലേക്ക് പ്രവേശിക്കും നടന്നു പോകുമ്പോൾ അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ലിസാനി നൂറ വജഅൽ ഫീ സമഇ നൂറ വജഅൽ ഫീ ബസരി നൂറ, അങ്ങനെ തുടങ്ങുന്ന ആ പ്രാർത്ഥന അത് നമ്മൾ പഠിക്കുക. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴോ ആ പ്രാർത്ഥന ചൊല്ലുക. ഇങ്ങനെ ഓരോ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഓർമ്മയിൽ അത് കൊണ്ടുവരാൻ. കാരണം എവിടെയാണ് എപ്പോഴാണ് നമ്മുടെ മരണം സംഭവിക്കുക എന്നറിയില്ല. നന്മയാൽ ജീവിച്ച് നന്മയാൽ മരിക്കുക മാത്രവുമല്ല, ജീവിക്കുന്ന കാലം അത്രയും സമാധാനത്തോടെ സന്തോഷത്തോടെ അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു വ്യക്തിയായിക്കൊണ്ട് ജീവിച്ചുകൊണ്ടായിരിക്കണം മരിക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ ജീവിതം മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാൻ പറ്റും. അള്ളാഹുവെ കുറിച്ചുള്ള ഓർമ്മകൾ പോലും കടന്നു വരിക പ്രാർത്ഥനകളിലൂടെയും ദിക്റുകളിലൂടെയുമാണ്. ആ പ്രാർത്ഥനകൾ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ എന്തൊക്കെയുണ്ടോ, ഇപ്പൊ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റപ്പോ ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലിയോ? ഇനിയോ നമ്മൾ കുട്ടിയെ പോയിട്ട് നമ്മൾ വിളിക്കുകയാണ്, മോനെ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മോളെ നീ പ്രാർത്ഥന ചൊല്ലിയോ എന്നിട്ട് പറഞ്ഞിട്ട് മോളെ അതുകൊണ്ട് എണീപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി വലുതായി നാളുകൾ കഴിഞ്ഞാലും കുട്ടി പറയും എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാ, എന്റെ ഉമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാ. ആ കുട്ടി ശേഷമുള്ള കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു. അതായത് അവർക്ക് മക്കളുണ്ടാകുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അത് കൈമാറ്റം ചെയ്തു പോകുന്നു, നന്മയിൽ ജീവിക്കുന്നു. കിടന്നുറങ്ങുമ്പോൾ മോളെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കിടത്തിയുറക്കുന്ന ഉപ്പമാരും ഉമ്മമാരുണ്ട്. എന്നാലോ ബിസ്മിക്കല്ലാഹു മഹിയാ വമൂതു അതെങ്കിലും പറയും മോളെ, ചെറിയ പ്രാർത്ഥനയല്ലേ എന്ന് പറഞ്ഞ് അത് പഠിപ്പിച്ചു കൊടുക്കാൻ. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് വുളു എടുക്കാനും, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദിക്റുകൾ, ദുആകൾ, സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്, നാസ്, ആമന റസൂലു, അതുപോലെ ആയത്തുൽ കുർസി, ഇതെല്ലാം എങ്ങനെയൊക്കെ മക്കളെ കൊണ്ട് ശീലിപ്പിക്കാനും പരിചരിപ്പിക്കാനും കൊണ്ടുവരാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം മക്കൾക്ക് നുകർന്നു നൽകുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവോട് ഒരു കാര്യം ചോദിക്കുകയാണോ 3 പ്രാവശ്യം ചോദിക്കുക, പ്രാർത്ഥിക്കുകയാണോ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. അത് ഒരു മര്യാദയാണ്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവോട് ഒരു കാര്യം തന്നെ പറയുമെങ്കിൽ അത് 3 പ്രാവശ്യം വീണ്ടും വീണ്ടും പറയുക. അതുപോലെ തന്നെ ചോദിക്കുകയാണോ എങ്കിൽ അത് 3 പ്രാവശ്യം പറയുക. പിന്നെയോ അള്ളാഹുവിന് ഒരുപാട് നാമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് അള്ളാഹുവിന് 99ഓളം നാമങ്ങൾ പ്രത്യക്ഷമായി നമുക്കറിയാം. അതിലും കൂടുതൽ അള്ളാഹുവിൻ്റെതായ പേരുകൾ വന്നിട്ടുണ്ട്. എങ്കിലും ആ 99 നാമങ്ങൾ അത് കൃത്യമായി പഠിച്ചാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പോലും പഠിപ്പിച്ചു. എങ്ങനെയാണ് അത് പഠിച്ചാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്? ആ പേരുകൾക്കനുസരിച്ചുകൊണ്ട് അള്ളാഹുവെ മനസ്സിലാക്കുക. ആ പേരുകൾക്കനുസരിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം അള്ളാഹുവോട് ചോദിക്കുമ്പോൾ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദൂ ബിഹാ, നിങ്ങൾ എന്ത് കാര്യം ചോദിക്കുന്നോ അത് അള്ളാഹുവിന്റെ പേര് കൊണ്ട്, റഹ്മാനായ നാഥ, അതുപോലെ തന്നെ ജബ്ബാറായ നാഥ, സമതായ നാഥ, അങ്ങനെ ഏതൊരു കാര്യമാണെങ്കിലും അത് അള്ളാഹുവിൻ്റെതായ പേരുകൾ മുൻനിർത്തിയിട്ട് അങ്ങനെ ഹയ്യായ, ആ ഖാദിറായ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെതായ നാമങ്ങൾ ഏതൊക്കെയുണ്ടോ ആ നാമങ്ങൾ പഠിച്ചുകൊണ്ട് അത് വെച്ചുകൊണ്ട് അള്ളാഹുവോട് നിങ്ങൾ ചോദിക്കുന്നു. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ പേരുകൾ വിളിച്ചുകൊണ്ട്, ഇപ്പൊ നമ്മളെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പേരുണ്ട്, ആ പേര് കൊണ്ടാണ് നമ്മെ ഒരാൾ വിളിക്കുന്നത് എങ്കിൽ അബ്ദുറഹ്മാൻ, അബ്ദുള്ള അല്ലെങ്കിൽ അബൂബക്കർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രത്യേകം
ആ പേരുകൾ വിളിച്ചുകൊണ്ട് നമ്മെ വിളിക്കുമ്പോൾ നമുക്കത് ഇഷ്ടമാണ്. എന്നാലോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഒരു ഇരട്ട പേര്, ഏതെങ്കിലും മോശപ്പെട്ട ഒരു പേര്, ആ പേര് വെച്ചുകൊണ്ട് ജനമധ്യേ ഉറക്കെ നമ്മെ വിളിച്ചാലോ നമുക്കത് പരിഹാസമാണ്. നമ്മൾ പുച്ഛിക്കപ്പെടുകയാണ്, ആളുകൾക്കിടയിൽ നിന്ദ്യരാവുകയാണ്. അത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അതേപോലെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കുറെ പേരുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പേരുകൾ, അത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴോ അള്ളാഹു ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു, അയാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നു. ഉടനെ എന്നോട് എന്റെ ദാസൻ ഇന്ന കാര്യം വെച്ചാണല്ലോ ചോദിച്ചത്, അയാൾക്ക് ഞാൻ നൽകാൻ താല്പര്യനാണ്, അല്ലെങ്കിൽ നൽകുന്നു എന്നതാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെയോ നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യുന്നു. നിർബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ നിർബന്ധമായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. ആ സുന്നത്തായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇപ്പൊ നമ്മൾ പള്ളിയിൽ പോയിട്ട് ളുഹ്ർ നമസ്കരിക്കുന്നു, അതുപോലെ അസ്ർ നമസ്കരിക്കുന്നു, മഗ്രിബ് ഇശാ നമസ്കരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഏറ്റവും നല്ലത് വീട്ടിൽ വെച്ച് നമസ്കരിക്കുകയാണ്. ഇനിയോ വീട്ടിൽ വന്നാൽ അഥവാ നമസ്കാരം നഷ്ടപ്പെടുമെങ്കിൽ പള്ളിയിൽ തന്നെ നിർവഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്നത് സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിലായിരുന്നു. അങ്ങനെ സൗകര്യമുള്ളവർ വീട്ടിൽ വെച്ചാണ് സുന്നത്ത് നമസ്കാരം നിർവഹിക്കാൻ നല്ലത്. അതുപോലെ പള്ളിയിലേക്ക് പോകുമ്പോൾ പള്ളിയിൽ വെച്ച് ഒളു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ നിന്ന് ഒളു കൊടുത്തുകൊണ്ട് ശുദ്ധി വരുത്തിക്കൊണ്ട് നേരാവിധത്തിൽ പള്ളിയിൽ പോകുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബാവട്ടെ ഇശാ ആവട്ടെ അത് നമസ്കരിച്ച വേഗം വീട്ടിലേക്ക് വരും. പിന്നെ അങ്ങാടിയിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെ അലഞ്ഞിഞ്ഞ് നടക്കുകയല്ല, മറിച്ച് പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞാൽ വേഗം വീട്ടിൽ വന്നുകൊണ്ടാണ് സുന്നത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നത്. എന്നാലോ ആ നമസ്കാരം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ കൂടെ സുന്നത്ത് നമസ്കാരങ്ങൾ, ആ സുന്നത്ത് നമസ്കാരം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. സുന്നത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ മുന്നേറി പോകുന്നു, അല്ലെങ്കിൽ സുന്നത്തായ കാര്യങ്ങൾ മുഖേന അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ മനുഷ്യന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നു എന്നതാണ്. അയാളെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴാകട്ടെ നമ്മുടെ കുടുംബത്തിന് എതിരായിക്കൊണ്ടൊരിക്കലും ഒരു കാര്യത്തിന് ശാപപ്രാർത്ഥന പോലും നിർവഹിക്കാൻ പാടില്ല. അതായത് നമുക്കറിയാം, ജുറൈജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഭവം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതായത് ഒരു മാതാവ് തന്റെ മകനെതിരായിക്കൊണ്ട് പ്രാർത്ഥിച്ച സംഭവം. എപ്പോഴാവട്ടെ നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്താൽ പോലും മക്കൾക്ക് എതിരായിക്കൊണ്ട് ഒരു മാതാപിതാക്കളും പ്രാർത്ഥിക്കാൻ പാടില്ല. അതായത് മക്കളെ ശപിക്കുകയോ മക്കൾക്കെതിരായിക്കൊണ്ട് ആ രീതിയിൽ പ്രാർത്ഥന നടത്തുകയോ ചെയ്യാൻ പാടില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പിന്നെയോ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങൾ ഏതൊക്കെയോ അവിടെയൊക്കെ കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കാം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, ദഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ثم رفع يديه ورأيت بياض ابطيه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയിട്ടായിരുന്നു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. അതുപോലെ അവിടുത്തെ കൈയിന്റെ കക്ഷം പോലും നേരാമത്തിൽ കാണുമാർ, അവിടുത്തെ കക്ഷത്തിന്റെ വെള്ള നിറം പോലും കാണുന്ന രീതിയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചിരുന്നത്. അപ്പൊ കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു ഇഷ്ടമാണ്. അതായത് കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളിൽ അങ്ങനെ കൈ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പിന്നെയോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിലോ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു വേഗം സ്വീകരിക്കും. ചില സമയങ്ങൾ പ്രത്യേകമായിക്കൊണ്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. അതായത് രാത്രിയുടെ 1/3 സമയം, രാത്രി അല്പം കഴിഞ്ഞ് നേരം വെളുക്കുന്നതിന് മുമ്പുള്ള എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ഒരു സമയം, ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന ഫിൽ ലൈലി സഅ ലാ യുവാഫിഖു റജുലുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹു ഖൈറ, അതായത് രാത്രിയുടെ 1/3 ഒരു സമയത്ത് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നു, അയാൾക്ക് ഉത്തരം നൽകുന്നു എന്നതാണ്. മാത്രമല്ല അള്ളാഹു 7ാം ആകാശത്തുനിന്ന് ഇറങ്ങി വരികയാണ്. എന്നിട്ട് ദുനിയാവിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ദാസിനോട് ചോദിക്കുകയാണ്, മയ്യദൂനി, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ, ഫസ്തജിബ ലഹ്, അയാൾക്ക് ഞാൻ ഉത്തരം നൽകും. എന്നോട് ആരാ ചോദിക്കാനുള്ളത്, ഞാൻ അയാൾക്ക് ഉത്തരം നൽകും. മയ്യസ്അലൂനി, ആരാണ് എന്നോട് സഹായം തേടുന്നത്, ഫഉതിയ, ഞാൻ അയാൾക്ക് അയാളുടെ ആവശ്യം എന്തോ അത് നൽകും. മയ്യസ്തഗ്ഫിറൂനി, ആരാ എന്നോട് പാപമോചനം നടത്തുന്നത്, എന്നോട് പാപങ്ങൾ, കുറ്റങ്ങൾ, തെറ്റുകൾ ഏറ്റുപറയുന്നത് ആരാണോ, ഫഅഗ്ഫിറ ലഹ്, അയാൾക്ക് ഞാൻ പുറത്തു കൊടുക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതായിക്കൊണ്ട് അല്ലെങ്കിൽ ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഒരു മനുഷ്യന് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ, ഇപ്പൊ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം,
ആ സമയങ്ങളിലുള്ള പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നു, അതിന് ഉത്തരം നൽകുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദഅവതു ലാ തുറദ്ദു ബൈനൽ ആദാനി വൽ ഇഖാമ ഫദ്ഉ. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം, അതായത് ബാങ്ക് കൊടുത്തു, ഇനി ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ മുമ്പുള്ള 15-20 മിനിറ്റ് സമയമുണ്ടെങ്കിൽ ആ സമയത്ത്, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയത്ത് അയാൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഒരിക്കലും അല്ലാഹു ആ പ്രാർത്ഥന നിരാകരിക്കില്ല, തടയില്ല, അയാൾക്ക് അത് നൽകുമെന്നതാണ്. അപ്പൊ ബാങ്ക് കൊടുക്കുമ്പോഴാകട്ടെ, ആ ബാങ്കിന് ശേഷം, അതിന് ഉത്തരം നൽകിയതിന് ശേഷം ആ മനുഷ്യന് ഇഖാമത്തിന്റെ ഇടയിലുള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അയാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നു എന്നതാണ്. പിന്നെയോ, നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ അതിന്റെ സുജൂദിന്റെ വേളകളിൽ നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. ആ ആവശ്യങ്ങൾ എവിടെ ആയിരിക്കുമ്പോൾ അഖ്റബുമായി യഖൂലുൽ അബ്ദു മിൻ റബ്ബി വഹുവ സാജിദുൻ ഫഅക്സിറു ദുആ, അതായത് നിങ്ങൾ സുജൂദിലായിരിക്കെ ഫക്സിറു അദ്ദുആ, നിങ്ങളുടെ ദുആ പ്രാർത്ഥന അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. കാരണം അള്ളാഹുമായിട്ട് ഏറ്റവും നിങ്ങൾ അടുത്ത സമയം സുജൂദിലായിരിക്കുമ്പോഴാണ്. ആ സുജൂദിൽ അള്ളാഹുമായി കൊണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നു എന്നതാണ്. പിന്നെയോ, നാളെ ഇപ്പോൾ വെള്ളിയാഴ്ചയാണ്. അപ്പൊ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പ്രാർത്ഥനയുടെ ഒരു സമയം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ജുമഅതി ലസാഅ ലാ യുആഫിക മുസ്ലിം യസ്അലുല്ലാഹു ഖൈറൻ ഇല്ലാ അഅതാഹു ഇയ്യാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, അബുൽ ഖാസിം പറഞ്ഞു. അബുൽ ഖാസിം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം, അതായത് ജുമുഅ ദിവസം ഒരു പ്രത്യേക സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവോട് എന്ത് ചോദിച്ചോ അള്ളാഹു അത് നൽകും. സഹാബത്തിന് വലിയ ആകാംക്ഷയാണ്, എന്തായിരിക്കും ആ സമയം, അല്ലെങ്കിൽ ഏതാണ് സമയം. നമുക്കാണെങ്കിൽ ആ രീതിയിലായിരിക്കും, അതായത് അത് കേൾക്കാനോ ഇങ്ങനെ പറഞ്ഞാൽ തന്നെ അതെപ്പോഴും ചോദിക്കുന്നില്ല. പക്ഷേ സഹാബി വര്യന്മാരുടെ രീതി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു കാര്യം എപ്പോൾ പറഞ്ഞാലും അവർക്കത് അറിയാനും പഠിക്കാനുമുള്ള താല്പര്യം അവർക്കുണ്ടായതിനാൽ തന്നെയും അവരത് ചോദിച്ച് പഠിക്കുമായിരുന്നു. എന്നാലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, വെള്ളിയാഴ്ചയിൽ ഒരു പ്രത്യേകമായ സമയമുണ്ട്. ആ സമയത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. എന്താണ്? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുകയാണ്, ആ സമയം അസ്ർ നമസ്കാരത്തിന് ശേഷമുള്ള അല്പസമയമാണ്. അസ്ർ നമസ്കാരത്തിന് ശേഷം ഉള്ള ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അല്പസമയമോ അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, വീണ്ടും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാവുന്ന സമയമായി കൊണ്ട് പഠിപ്പിക്കുകയാണ് ലൈലത്തുൽ ഖദ്ർ നിങ്ങളിലേക്ക് വരുന്ന സമയത്ത്. ആ ലൈലത്തുൽ ഖദ്റിന്റെ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്നു. അതുപോലെ നമ്മൾക്കൊരു കോഴിയുടെ കൂവൽ കേൾക്കുന്നുവെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. കാരണം കോഴിയുടെ കൂവൽ കേൾക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നു എന്നതാണ്. നോക്കൂ, നിങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ സമിഅതുമുസ് സിയാഹ ദീക ഫസ്അലുല്ലാഹ് മിൻ ഫളിഹി ഫഇന്നഹാ റഅത് മലക. നിങ്ങൾ കോഴി കൂവുന്ന സമയത്ത് അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, അള്ളാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക, നന്മയെ ചോദിക്കുക, അതുപോലെ സൽക്കർമ്മങ്ങളെ കുറിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ചോദിക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ നന്മയുടെ മുഖങ്ങളുണ്ടോ അതിനു വേണ്ടിയൊക്കെ നിങ്ങൾ അള്ളാഹുവോട് ചോദിക്കുക. കാരണം അതൊരു പ്രത്യേകമായ സമയമാണ്. കാരണം ഫഇന്നഹാ റഅത് മലക, ആ കോഴി മലക്കിനെ കണ്ടിരിക്കും എന്നതാണ്. വൈദാ സമയത്തും നഹീകൽ ഹിമാർ, ഇനിയോ ഒരു കഴുത കരയുന്നതാണോ നിങ്ങൾ കേട്ടത്? എന്നാലോ ഫതഅവ്വദൂ ബില്ലാഹ് മിനശ് ശൈത്വാനി ഫഇന്നഹു റഅ ശൈത്വാൻ. കഴുത കരയുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നഊദു ബില്ലാഹ് അല്ലെങ്കിൽ ഫതഅവ്വദൂ ബില്ലാഹ് അല്ലാഹുവോട് രക്ഷ ചോദിക്കുക. കാരണം ഫഇന്നഹു റഅ ശൈത്വാൻ, ആ കഴുത ആ സമയത്ത് പിശാചിനെ കണ്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ സമയങ്ങളായിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. കോഴിയുടേതായ കരച്ചിലോ അല്ലെങ്കിൽ കോഴി കൂവുന്നതോ അതൊക്കെ കേട്ട് കോഴിയുടെ കൂവൽ കേൾക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പിന്നെയോ, നിങ്ങൾ സംസം വെള്ളം കുടിക്കുമ്പോൾ ആ സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് ഏതൊരു ഉദ്ദേശത്തോടെ ആഗ്രഹത്തോടെ ആണോ നിങ്ങൾ കുടിക്കുന്നത് നിങ്ങൾക്കതിന് ഉത്തരം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, സമഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാഉ സംസം ലിമാ ശരിബ ലഹ്. നിങ്ങൾ സംസം വെള്ളം കുടിക്കുന്നത് ഏതൊരു ഉദ്ദേശത്തിനാണോ
ആ ഉദ്ദേശത്തിനനുസൃതമായിക്കൊണ്ട് നിങ്ങൾക്ക് അതിന് ഉത്തരം ലഭിക്കുമെന്നാണ്. അപ്പൊ സംസം വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ മുൻനിർത്തിയിട്ട് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നുവെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. പിന്നെയോ, മഴ പെയ്യുന്ന സമയത്ത്, നാട്ടിലൊക്കെ നന്നായി മഴ പെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ എപ്പോഴേലൊക്കെ മഴ പെയ്യാറുണ്ട്. അതുപോലെ മഴ പെയ്യുന്ന സമയങ്ങളിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അൻ സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വഖത്തുൽ മതർ, മഴ വർഷിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം മഴ വർഷിക്കുന്ന, മഴ പെയ്യുന്ന സമയങ്ങളിൽ അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പിൻപറ്റേണ്ട ചില സംഗതികളാണ്. പിന്നെയോ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ഒരുപാട് മര്യാദകൾ വിശദീകരിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും പ്രാർത്ഥനാ മര്യാദകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദ, അതാണ് ഏറ്റവും പരമപ്രധാനമായ സംഗതി. കാരണം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം എന്നത് പ്രാർത്ഥനയാണ്. നമ്മൾ ഉത്തരം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും വേവലാതിപ്പെടേണ്ടതില്ല. നമുക്ക് ഇഹലോകത്ത് വരാനിരിക്കുന്ന ചില ക്ലേശങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മാരകമായ രീതിയിലുള്ള അപകടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ചില പ്രാർത്ഥനകൾ മുഖേന തടയപ്പെടുന്നു എന്നതാണ്. അത് മാറ്റി നിർത്തപ്പെടുന്നു. കാരണം നമ്മൾ ഇവിടുന്ന് ഉത്തരം ലഭിച്ചില്ല എന്ന് പറയുന്നു, പക്ഷേ നമുക്ക് വരാനിരിക്കുന്ന ഒരു പ്രയാസം ആ പ്രാർത്ഥന കാരണം വേറെന്തെങ്കിലും വിഷയമായിരിക്കും അള്ളാഹുവോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കുക. എങ്കിൽ പോലും പ്രാർത്ഥിച്ച അടിമയുടെ പ്രയാസങ്ങളിൽ നിന്ന് വേറൊരു പ്രയാസത്തെ അള്ളാഹു ദൂരീകരിക്കുന്നു, അയാളെ രക്ഷപ്പെടുത്തുന്നു എന്നതാണ്. അതുപോലെ ഒരുപാട് സമയങ്ങൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വ്യാഴാഴ്ചകൾ, തിങ്കളാഴ്ചകളൊക്കെ നോമ്പ് നോക്കുന്നവരുണ്ട്, റമദാനിൽ നോമ്പ് നോക്കുന്നു. അതുപോലെയൊക്കെ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരുപാട് സമയങ്ങൾ നമുക്കറിയാം. നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരുപാട് നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുന്നു. എന്നാൽ ഫർദ് നമസ്കാരത്തിന് ശേഷം നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് ഒരു സഹാബി ചോദിക്കുകയാണ്, അയ്യു ദുആഇ അസ്ബഹ്, ഏറ്റവും നല്ല സമയം ഏതാണ്? പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ജൗഫൽ ലൈലിൽ ആഖിരി വ ദുബറസ് സലാത്തിൽ മക്തൂബാത്ത്, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭ്യമാകുന്ന സമയവും അതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. കാരണം അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പിന്നെയോ, വീണ്ടും അവിടുന്ന് പഠിപ്പിച്ച നിരവധി സമയങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. കാരണം ആ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നുള്ള നാളുകളെങ്കിലും കൊണ്ടുവരുവാനും അത് നമ്മൾ പ്രാവർത്തികമാക്കുന്നതോടൊപ്പം തന്നെ ആ നന്മയുടെ വശങ്ങൾ നമ്മുടെ മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു നൽകുക, അവർക്കത് പഠിപ്പിച്ചു കൊടുക്കുക. കാരണം നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും പറയാറുള്ള ഒരു സംഗതി കൂടിയാണ്, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിച്ചില്ല എന്നത്. അങ്ങനെയുള്ള ആളുകളോട് ഓരോ ചെറിയ പ്രാർത്ഥനകൾ, ഒരു വേദന വന്നു കഴിഞ്ഞാൽ എന്ത് പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടി തഅസിയത്തിന് വേണ്ടി എന്ത് പ്രാർത്ഥിച്ചു കൊടുക്കണം, കുട്ടികൾക്ക് കണ്ണീർ ലഭ്യമാവാതിരിക്കാൻ, അതുപോലെ തന്നെ ദുഷ്ടജീവികളുടെ ഉപദ്രവങ്ങൾ വരാതിരിക്കാൻ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ ഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. അങ്ങനെ ഓരോ പ്രാർത്ഥനകൾ, അതൊക്കെ ചെറിയ കുട്ടികൾക്ക് എപ്പോഴും ഊതി മന്ത്രിച്ച് അവരെ സംസ്കരിക്കണം. ഒരുപാട് മന്ത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലോ ആ മന്ത്രങ്ങൾ അതിൻ്റെതായ സമയങ്ങളിൽ ഹദീസുകളിൽ വന്ന മന്ത്രങ്ങൾ പ്രാർത്ഥിക്കുക, അത് ഊതിക്കൊടുക്കുക. ഇനി ഒരു വിദൂരമായ വിജനപ്രദേശത്ത് എത്തിക്കഴിഞ്ഞാലോ ഒരു മുസ്ലിമായ മനുഷ്യൻ എന്താണ് അവിടെ പറയേണ്ടത്? അഊദു ബികലിമാത്തില്ലാഹി താമ്മ എന്നാണ് പറയണം. അതുപോലെ തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ ഓരോ സമയങ്ങളിലും സന്ദർഭങ്ങളിലും അതൊക്കെ പറയുമ്പോൾ അയാൾക്ക് അവിടെ രക്ഷയും സുരക്ഷയും സമാധാനവും ശാന്തിയും ഉണ്ടാകും. എവിടെയും ഒരു മനുഷ്യനെ അള്ളാഹുവിന്റെ ഭൂമിയിൽ ആരെയും, ഒരു വ്യക്തിയാവട്ടെ ഒരു ജീവിയാകട്ടെ, ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. എവിടെയും സമാധാനം ഉണ്ടാകും. എന്തുണ്ടായാൽ? പ്രാർത്ഥനയുണ്ടായാൽ. പ്രാർത്ഥനയുണ്ടെങ്കിൽ എവിടെ ഇറങ്ങിയാലും, ഏതൊരു നാട്ടിൽ എത്തിക്കഴിഞ്ഞാലും അവിടെ നമ്മൾ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തിൻ മിൻ ശർരി മാ ഖലഖ് എന്ന് പറയാം. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ആ തരത്തിലായിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഉപദ്രവങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കുക, അവരെ തലയിൽ ഊതിക്കൊടുക്കുക, അതുപോലെ തടവി കൊടുക്കുക. അങ്ങനെ ഓരോ സമയങ്ങളിലും സന്ദർഭങ്ങളിലും പ്രായാധിക്യം വന്ന് രോഗം ബാധിച്ചുകൊണ്ട് കിടപ്പിലുള്ള ഉപ്പയാകട്ടെ ഉമ്മയാകട്ടെ അവരുടെ ശരീരത്തിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രത്യേകമായ പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്, ആ പ്രാർത്ഥനകൾ ചൊല്ലുക, എന്നിട്ട് തടവുക. അത് അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട് ഉമ്മയാകട്ടെ ഉപ്പയാകട്ടെ അവരുടെ രോഗത്തിന് ശമനം വരുന്നു, അവർക്ക്
മനസ്സിന് സമാധാനം വരുന്നു. അതുപോലെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലോ അവിടെ ചെല്ലുമ്പോൾ പോലും നല്ലതായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത്. എന്ത് നിങ്ങൾ പറഞ്ഞോ മലക്കുകൾ അതിന് ആമീൻ പറയുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മര്യാദകളാണ്, നമ്മൾ ശേഖരിക്കേണ്ട സംസ്കാരങ്ങളാണ്. അത് ശേഖരിക്കുകയും അത് പകർന്നു നൽകുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞുമറിയാതെയും ചെയ്ത മുഴുവൻ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് ഏവർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ നാഥ. മനസ്സിന് സമാധാനവും ശാന്തിയും സൗഖ്യം പ്രദാനം ചെയ്യണമേ നാഥ. ഞങ്ങൾ വേർപിരിഞ്ഞു പോയ ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, അവരെയും ഞങ്ങളെയും ഒക്കെ നിന്റെ സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണമേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.